ഈ മുരാരി ബാബു ആരാണ് എന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ മുരാരി ബാബു ഭാസ്കരൻ നായർ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി കയറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പോലും ഇല്ല. അങ്ങനെ അദ്ദേഹം NSSന്റെ കെയർ ഓഫിലാണ് വന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം തന്നെ അവിടെ ഒരു പറഞ്ഞു വെക്കുക, ഞാൻ NSSന്റെ പ്രതിനിധിയായി എത്തുകയാണെന്ന് അദ്ദേഹം തന്നെ സ്വയം പറയുകയായിരുന്നു. അത്രേ ഭാസ്കരൻ നായരുടെ നോമിനിയായിട്ടാണ് അവിടെ വന്നത്. അദ്ദേഹം വന്ന് പടിപടിയായി അദ്ദേഹം ഉയർന്ന് ഇപ്പോൾ എത്തിയ പോസ്റ്റിൽ വരെ എത്തിയിരിക്കുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ വസതി, ഇതൊക്കെ തന്നെയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന പ്രതിപട്ടികയിൽ വന്നിരിക്കുന്ന ഓരോ ജീവനക്കാരും ഏതൊക്കെ രൂപത്തിൽ വളർന്നിരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടി വരും. മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ആ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ തന്നെയും SITയുടെ അന്വേഷണം പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. SIT അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ നല്ല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ED വരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് വരികയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് രാഷ്ട്രീയമായി വലിയ വിഷയമായിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാറി നിന്നുള്ള പ്രതികരണമാണത്. അന്വേഷിക്കട്ടെ, സത്യം പുറത്തേക്ക് വരട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയായും തെളിവുകൾ വരുമ്പോൾ അപ്പോൾ പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇപ്പോൾ മാറി നിൽക്കുന്നു. CPMലെ തന്നെ ചില നേതാക്കളുടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പത്മകുമാറിൻ്റെ റോൾ എന്ത് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകൾ വരുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിക്കും റോളില്ലേ എന്ന ചോദ്യം കൂടിയുണ്ട്. ദേവസ്വം മന്ത്രിക്കും റോളുണ്ട്, അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കും അത് എത്തുമോ എന്നുള്ളതാണ്.